ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയായി ആവോലി മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സൂപ്പർ കറിയാണിത്. ഇതിനു വേണ്ടി 1/2 കിലോ ആവോലി കഷ്ണങ്ങളായി മുറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. 2 പച്ചമുളക് നെടുക മുറിച്ചത് ചേർക്കാം. 1 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇതിനധികം എരിവില്ലാത്തതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 3/4 ടീസ്പൂൺ മതിയാകും. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് ഗ്യാസ് ഓണാക്കി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 കഷ്ണം കുടംപുളി നന്നായി കഴുകി വൃത്തിയാക്കിയത് ചേർക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് കറിക്ക് വേണ്ടി 3 പിടി തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടി 1 കഷ്ണം പഴുത്ത തക്കാളിയും കൂടി കൂട്ടിയിട്ടാണ് അരച്ചെടുത്തത്. ഇതിനി തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ കറി സ്പൂണും കൊണ്ട് ഇളക്കാൻ പാടില്ല. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഇതിന് മൂടി വെച്ച് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ചത് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് ആയപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ചെറിയ ഉള്ളിയും ഉലുവയും മൂപ്പിച്ച് ചേർക്കണം. ഈ ഒരു സ്റ്റെപ്പ് തീർച്ചയായും ചെയ്യണം. ഇതും കൂടി ചെയ്യുമ്പോഴാണ് ഈ കറി നല്ല സൂപ്പർ ടേസ്റ്റിയായി മാറുന്നത്. ഇനി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റിയായ ആവോലി കറി റെഡി ആയിട്ടുണ്ട്. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇത് നല്ല ചൂട് ചോറ്, കപ്പ, പത്തിരി, പൊറോട്ട ഇവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ ആവോലി മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.